ജഡിക പാപമൊക്കെ വരാതിരിക്കണമെങ്കിൽ ഓടി മാറണം. ഓടി മാറാതൊന്നും പറ്റത്തില്ല. സാവധാനമൊന്നും പോകുന്നില്ല. സാവധാനം അതായത് 1 കൊരിന്ത്യസിന്റെ 6-ാം അധ്യായത്തിന്റെ 17-18 പറയും, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവേൻ. ഓടി അകലാനാണ്. ഓടി മാറിയാലേ അത് മാറുള്ളൂ. മനുഷ്യൻ കൊണ്ടോ അല്ലാതെ പെട്ടെന്ന് മാറുന്നില്ല. അപ്പൊ അതൊക്കെ തിന്മയുടെ ശക്തികൾ കയറി പിടിക്കും, തെറ്റായ പ്രബോധനങ്ങൾ കയറും. ഈ നാളുകൾ മുഴുവനും 2 കൊരിന്ത്യർ 2:17 കാലഘട്ടമാണ്. ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകർ മുഴുവൻ മായം ചേർത്ത്, ദൈവവചനം മുഴുവൻ വെള്ളം ചേർത്ത് അത് അവരുടേതായ ഇഷ്ടത്തിൽ ആ രീതിയിൽ ഒരു ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നു. അവരെ മുഴുവൻ വചനത്തീർത്ഥകൾ അവരുടെ സുഖലോലുപതയ്ക്കും സുഖത്തിന് വേണ്ടി, സുഖത്തിനൊരു കുറവുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ബൈബിൾ വ്യാഖ്യാനം നടത്തുന്നു. പ്രൈസ്. സുഖലോലുപതമായ ജീവിതത്തിന് യാതൊരു കുറവും വരാതെ അത് ഇച്ചിരിയും കൂടെ സുഖം കിട്ടുന്ന രീതിയിലാണ് വചന വ്യാഖ്യാനങ്ങൾ നടത്തുന്നത് കാണാൻ പറ്റും. 2 കൊരിന്ത്യർ ഹല്ലേലൂയ. ദൈവവചനം വ്യാഖ്യാനിക്കും, പ്രവചന വരമൊക്കെ ഉപയോഗിക്കും, പ്രവചിക്കുകയൊക്കെ ചെയ്യും. കാരണം ഇതെല്ലാം ജഡിക പാപത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. മൊത്തം ജഡിക പാപത്തിൽ കിടന്നുകൊണ്ട് ചെയ്യും. 2 കൊരിന്ത്യർ ഹല്ലേലൂയ. ഓടി അകലണം. ചില ബന്ധങ്ങൾ, ചില ആളുകൾ, ചില സാഹചര്യങ്ങൾ ഓടി മാറിയില്ലെങ്കിൽ ബന്ധനത്തിൽ നിന്നും ബന്ധനത്തിലേക്ക് നമ്മൾ പോകുന്നത് കാണാൻ പറ്റും.